നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. ഈ റിഫ്രാക്ഷൻ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ആദ്യം നമുക്ക് റിഫ്രാക്ഷൻ എന്താണെന്ന് അറിയാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിഫ്ലക്ഷൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്താണ്? റിഫ്ലക്ഷൻ്റെ മലയാളം പ്രതിപതനം എന്നാണ്. റിഫ്രാക്ഷൻ അപവർത്തനം നമുക്ക് നോക്കാം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക്, എന്താ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ കടത്തിവിടുന്ന മീഡിയം, സുതാര്യ മാധ്യമം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, നേരെയല്ല ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും. എന്താണ് പാത്തിന് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ഗ്ലാസ് പീസാണെന്നിരിക്കട്ടെ, ഗ്ലാസ്സാണ്. ഇത് നമ്മുടെ എയറും ഇത് ഗ്ലാസ്, രണ്ടും ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്, ലൈറ്റിനെ കടത്തിവിടുന്ന മീഡിയം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് വരികയാണ്, ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞ് വരികയാണ്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വന്ന് ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇതിങ്ങനെ പോകേണ്ടതല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടിയിരുന്ന ആൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ചരിയും. ഈ ചരിയലിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് വെൻ എൻറ്ററിങ് ഫ്രം one transparent medium to another obliquely, അല്ലെങ്കിൽ when obliquely entering from one medium to another, one transparent medium to another transparent medium. ഓക്കെ, ഈ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റിഫ്ലക്ഷൻ പോലെ തന്നെ ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേ വിളിക്കുന്ന പേര് ഇൻസിഡൻറ്റ് റേ എന്നാണ്, സംശയമൊന്നുമില്ല. ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന റേ വിളിക്കുന്ന പേര് റിഫ്രാക്റ്റഡ് റേ എന്നാണ്. ഇനി ഇവർ രണ്ടുപേരുടെ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് 2 മീഡിയ, എയറിനെയും ഗ്ലാസിനെയും തമ്മിൽ അല്ലെങ്കിൽ 2 മീഡിയത്തിനെ തമ്മിൽ വേർതിരിക്കുന്ന സർഫസിൽ ഉള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ അതിനെ വരച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പേര് വിളിക്കും? നോർമൽ എന്ന് വിളിക്കും. ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് 2 മീഡിയയിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്ത് പേര് വിളിക്കും? നോർമൽ എന്ന് വിളിക്കും. മലയാളത്തിൽ ലംബം എന്ന് പറയും. ഇനി ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും എല്ലാ മീഡിയത്തിലും ഒരുപോലെ ആയിരിക്കത്തില്ല. എയറിലുള്ള സ്പീഡായിരിക്കത്തില്ല വാട്ടറിലുള്ളതായിരിക്കത്തില്ല, ഗ്ലാസ്സിലുള്ളത്. അങ്ങനെ നമ്മൾ ഈ മീഡിയം മാറും തോറും അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് മാറും. ഈ മീഡിയം മാറുമ്പോൾ എന്തുകൊണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് മാറുന്നു, അല്ലെങ്കിൽ എന്ത് ഫാക്ടർ കാരണമാണ് മാറുന്നത്? അങ്ങനെ ഒരു മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡിനെ ആ മീഡിയം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ്, ഒരു അളവാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. അറിഞ്ഞിരിക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കട്ടി കൂടുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും, ആണല്ലോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് കൂടിയ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് അടുക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നു? നോർമലുമായിട്ട് അടുക്കുന്നു. ഓർത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ തണുപ്പൊന്നും ഇല്ലാത്തൊരു പ്രദേശത്ത് നിന്ന് തണുപ്പുള്ള നല്ല കട്ടി തണുപ്പുള്ള ഒരിടത്തോട്ട് പോകുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ അമർത്തത്തില്ലേ, അതുപോലെ കുറഞ്ഞിടത്തുനിന്ന് കൂടിയിടത്തോട്ട് പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഇങ്ങനെ അങ്ങ് അടുക്കും. അപ്പോൾ നേരെ തിരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വരികയാണെങ്കിലോ സ്വാഭാവികമായിട്ടും നോർമലിൽ നിന്ന് അകലും. ആര്? റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകലുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ലോകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ,
ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നോർമൽ, ഇതെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും എന്നതാണ് ആദ്യത്തെ ലോ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദി നോർമൽ ടു ദ, എങ്ങോട്ടുള്ള നോർമൽ, ടു ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ലോ കഴിഞ്ഞു. 2, ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. സൈൻ എന്ന് പറയുമ്പോൾ SIN, സൈൻ നമ്മൾ മാത്സിനകത്ത് പഠിക്കൂലേ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ സൈൻ ആയി, റേഷ്യോ എന്ന് പറയുമ്പോൾ ബൈ ഇതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ ലോയെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന് പറയും, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. ഈ സ്നെൽസ് ലോയിൽ പറഞ്ഞു സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു പേര് വിളിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന അക്ഷരം N എന്ന അക്ഷരമാണ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും 2 മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് തമ്മിൽ കമ്പയർ ചെയ്തായിരിക്കും പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 തരമുണ്ട്. അതിൽ നിന്ന് പറയാം. ഒന്ന് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, 2 അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്തൊക്കെയാണ്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. ഇതിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 മീഡിയ, അല്ലെങ്കിൽ 2 മീഡിയങ്ങളുടെ, 2 മാധ്യമങ്ങളുടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ അടുത്ത മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ്. കാണിക്കാം. N എന്നാണല്ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ N12, ഇത് N12 എന്നല്ല വായിക്കുന്നത്, N12 എന്നാണ് വായിക്കുന്നത്. N12 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു സെക്കൻഡ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ആണോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം ആണോ എന്നൊക്കെ വരാറുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഈ അവസാനം എഴുതിയ നമ്പർ ഏതാ? 2 അല്ലേ. അപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം V2 എന്ന് വിളിക്കാം, ബൈ ആദ്യത്തെ പിന്നെ എഴുതിയ നമ്പർ 1 ആണ്, അപ്പോൾ V1. ഇനി നേരെ മറിച്ച് N21 ആണെങ്കിലോ, N21 എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇപ്പോൾ എങ്ങനെ എഴുതും? അവസാനം എഴുതിയ നമ്പർ V1 ബൈ V2. മനസ്സിലായോ? ഇത് ഏതെങ്കിലും 2 മീഡിയം പറയുന്നത്, ഇപ്പോൾ ഡയമണ്ടും വാട്ടറും തമ്മിൽ, അല്ലെങ്കിൽ ഗ്ലാസും എയറും തമ്മിൽ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എയർ പറയുന്ന കേസ് നമ്മൾ വേറെയാണ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി 2ൽ 1 മീഡിയം എയർ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 മീഡിയം പറഞ്ഞതിന് പകരം 2ൽ 1 മീഡിയം എയർ ആണെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N12 N21 എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി നമ്മൾ പറയുന്ന അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NM എന്നാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. NM, N സഫിക്സ് M ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C/V. C/V. C എന്താണ്? C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം. അതിൻ്റെ വാല്യൂ എത്രയാണ്? C ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. C ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ കുറവായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ബന്ധപ്പെടുത്താം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാലും സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. കൺഫ്യൂഷൻ ആവരുത്, 2ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പൂർണ്ണ ആന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ടേം പഠിക്കണം, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയും. അത് വലിയ കാര്യമൊന്നുമല്ല.
ഒരു 2 മീഡിയം ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകണം. ഇത് ഗ്ലാസ് ആണെന്നിരിക്കട്ടെ, ഇത് എയർ. ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഗ്ലാസ്സിനാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞത് എയറിനാണ്. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മൾ വരച്ചത്. ഇവിടെ നേരെ തിരിച്ചു വരയ്ക്കാൻ പോകണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം, എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകാൻ പോവാണ്. ഇതിപ്പോൾ ഒരു ലൈറ്റ് റേ ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ കടന്നു പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ചരിയുമല്ലോ, ശ്രദ്ധിച്ചിരുന്നോണം. ഈ പോയിന്റിൽ ഞാനൊരു നോർമൽ വരയ്ക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് നോർമലിൽ നിന്ന് അകന്നു പോയത്? ഇത് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോയി കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകലും എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ അകന്ന് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ I വരയ്ക്കുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ R വരയ്ക്കുന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെയാണ്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും മാറ്റം വന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാറ്റം വന്നു. ഇപ്പോൾ ഈ ലൈറ്റ് റേ ഇതിലേക്കൂടെ പോണത്, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയില്ലയോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി. അതായത് ഈ ലൈറ്റ് റേ ഇപ്പോൾ ഇതിൻ്റെ സർഫസിൽ കൂടെയാണ് പോകുന്നത്, ഈ ഗ്ലാസിൻ്റെ സർഫസിൽ കൂടെയാണ് പോകുന്നത്. ഈ അവസ്ഥയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരിക്കലും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നോക്കാം, ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഇവിടെ നിൽക്കുക. ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ലൈറ്റ് റേ സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? അതായത് ഒരു ലൈറ്റ് റേ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയൊരു ആംഗിളിൽ വന്ന് പതിച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം. റിഫ്രാക്ഷൻ അല്ല അവിടെ നടക്കുന്നത്, പിന്നെ എന്ത് സംഭവിക്കും? സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ ഫിനോമിനയ്ക്ക് വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ പ്രധാനമായിട്ട് 2 ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എൻഡോസ്കോപ്പ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ മെഡിസിൻ്റെ എഫക്റ്റുകളെക്കുറിച്ച് പഠിക്കാനോ ഒക്കെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഈ എൻഡോസ്കോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം, ഉപയോഗിക്കുന്നത് എന്ത് വെച്ചാണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വെച്ചിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എൻഡോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗം ഒരു ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ഒരുപാട് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് പല സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം എത്തിക്കാൻ പറ്റും. പല സിഗ്നലുകളായിരിക്കും, പല ഫ്രീക്വൻസി ആയിരിക്കും, പക്ഷേ ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ ഇവർ തമ്മിൽ മിക്സ് ചെയ്യാതെ ഡിഫറൻറ്റ് പ്ലേസസിൽ എത്തിക്കാൻ പറ്റും. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എൻഡോസ്കോപ്പ്, മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പ്, പിന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ, നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ്, അല്ലെങ്കിൽ എന്തിൻ്റെ ആയിക്കോട്ടെ, TV ചാനലുകളിലായാലും എല്ലാം കൂടുതൽ ഇപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറുകളാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾക്ക് സാധാരണ കേബിളുകളേക്കാൾ ഒരുപാട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടുതൽ ഉണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാർട്ടിനകത്ത്. അടുത്ത പാർട്ട് നമ്മൾ ലെൻസുകൾ പഠിക്കും. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. ഒരു നന്ദി, നമസ്കാരം.